ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനാവശ്യമായ വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കടായി വെച്ച് അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാപ്സിക്കം, ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഒരുപാട് വെന്തു പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും സ്പ്രിംഗ് ഓണിയനും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ട ചിക്കിയതാണ്. ഇതൊരു 4 മുട്ട നമ്മൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് ചിക്കിയെടുത്തതാണ്. നമ്മൾ കുറച്ച് അജിനോമോട്ടോ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണ്ടവർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്. റൈസ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെന്ത് പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.